ഇസ്രായേലിലെ നിരവധി വനിതാ സൈനികർ ഫലസ്തീൻ അതിർത്തിയിലെ സൈനിക നിരീക്ഷണ കേന്ദ്രങ്ങളിലേക്ക് പോകാനുള്ള നിർദ്ദേശം നിരസിക്കുന്നതായി റിപ്പോർട്ട്. ഇസ്രായേൽ അധിനിവേശ സേനയുടെ വക്താവ് ഡാനിയൽ ഹഗാരിയെ ഉദ്ധരിച്ചുകൊണ്ട് ഇസ്രായേൽ മാധ്യമമായ വയനറ്റാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തത്. ഇത്തരത്തിൽ വിമുഖത കാണിക്കുന്നവരെ ഇസ്രായേൽ ജയിലിലടക്കുകയാണെന്നും റിപ്പോർട്ടിലുണ്ട്. ഒക്ടോബർ 7-ന് വിവിധ മിലിറ്ററി പോസ്റ്റുകളിൽ സേവനം ചെയ്യുകയായിരുന്ന നിരവധി സൈനികർ കൊല്ലപ്പെടുകയും മറ്റുള്ളവരെ ഹമാസ് ബന്ദികളാക്കുകയും ചെയ്തിരുന്നു. 15 വനിതാ സൈനികരാണ് അന്ന് കൊല്ലപ്പെട്ടത്. 6 പേരെ ബന്ദികളാക്കുകയും ചെയ്തു. ഇതോടെയാണ് യുദ്ധമുഖത്തേക്ക് പോകാൻ ഇവർ വിമുഖത കാണിച്ചു തുടങ്ങിയത്. ഈ ആഴ്ച ഇത്തരത്തിൽ 50 സൈനികരാണ് പരിശീലന ക്യാമ്പുകളിൽ നിന്ന് സൈനിക നിരീക്ഷണ കേന്ദ്രങ്ങളിലേക്ക് പോകാനുള്ള നിർദ്ദേശം അവഗണിച്ചത്. പലവിധ മുന്നറിയിപ്പുകളും നിർബന്ധിത സേവനവുമെല്ലാം ഇവർ അവഗണിക്കുകയാണ്. ഹമാസിന്റെ ഭാഗത്ത് നിന്ന് ഇനിയും ആക്രമണം ഉണ്ടാകുമോ എന്ന ഭയമാണ് ഇവരുടെ വിമുഖതയ്ക്ക് കാരണമെന്ന് റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നു. ഇത്തരത്തിൽ വിമുഖത കാണിച്ചവരെ കസ്റ്റഡിയിലെടുക്കുകയോ തടവിലാക്കുകയോ ചെയ്തതായും വൈനറ്റ് റിപ്പോർട്ട് പറയുന്നു. ഇത് ലജ്ജാകരവും അപമാനവുമാണെന്ന് കസ്റ്റഡിയിലുള്ള ഒരു സൈനിക ഉദ്യോഗസ്ഥ കുടുംബത്തോട് വ്യക്തമാക്കി. ശ്രദ്ധാവൈകല്യം പോലുള്ള മാനസിക പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് ഇവർ സേവനത്തിൽ നിന്ന് വിട്ടുനിൽക്കാൻ തീരുമാനിച്ചത്. ഒക്ടോബർ 7-ന് ശേഷം നല്ല രീതിയിൽ ജോലി ചെയ്യാൻ സാധിച്ചിട്ടില്ല. തന്നെ കേൾക്കാനോ തന്റെ ചികിത്സാ രേഖകൾ പരിശോധിക്കാനോ ഉന്നത ഉദ്യോഗസ്ഥ തയ്യാറല്ല. തന്നെ അവർ ജയിലിൽ ഇട്ടിരിക്കുകയാണെന്നും ആ സൈനിക ഉദ്യോഗസ്ഥ പറയുന്നു. എന്നാൽ അതിർത്തിയിലെ നിരീക്ഷണ കേന്ദ്രങ്ങളിലേക്ക് മാറ്റുന്നത് വനിതാ സൈനികർ നിരസിക്കുന്നത് പതിവാണെന്നും 20% പേർ ഇത്തരത്തിൽ നിരസിക്കാറുണ്ടെന്നുമാണ് സൈന്യത്തിന്റെ വിശദീകരണം. വനിതാ സൈനികരെ നിരീക്ഷണ കേന്ദ്രങ്ങളിൽ നിയമിക്കാനുള്ള നീക്കം അടിയന്തര ആവശ്യമായിട്ടാണ് ഇസ്രായേൽ അധിനിവേശ സേന കാണുന്നത്. ആളില്ലാത്തതിനാൽ റിസർവ് സേനയിൽ നിന്നുള്ളവരെ ഇതാദ്യമായി നിരീക്ഷണ കേന്ദ്രങ്ങളിൽ നിയമിക്കാനും സേന തീരുമാനിച്ചിട്ടുണ്ട്. അതേസമയം ഹമാസിനെതിരായ യുദ്ധത്തിൽ ഇസ്രായേൽ പ്രതീക്ഷിച്ചതിനേക്കാൾ വലിയ തിരിച്ചടിയാണ് നേരിടുന്നത്. കഴിഞ്ഞ ദിവസം 24 ഇസ്രായേൽ സൈനികരാണ് കൊല്ലപ്പെട്ടത്. കനത്ത സൈനിക നഷ്ടം ഏൽപ്പിച്ച ആഘാതം മറികടക്കാൻ സിവിലിയൻ കേന്ദ്രങ്ങളിൽ ഇസ്രായേൽ ആക്രമണം കടുപ്പിച്ചിരിക്കുകയാണ്. തിങ്കളാഴ്ച ഉന്നത ഓഫീസർമാർ ഉൾപ്പെടെ 24 സൈനികരാണ് കൊല്ലപ്പെട്ടത്. ഗസയിൽ ഒറ്റ ദിവസം കൊണ്ട് ഇത്രയേറെ സൈനികർ വധിക്കപ്പെട്ടത് ഇസ്രായേലിനെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചു. ടാങ്കുകൾക്ക് നേരെയുണ്ടായ റോക്കറ്റ് ആക്രമണത്തിൽ 10 സൈനികരും കെട്ടിടത്തിലുണ്ടായ സ്ഫോടനത്തിൽ 14 സൈനികരുമാണ് കൊല്ലപ്പെട്ടത്. തീർത്തും വേദന നിറഞ്ഞതും നടുക്കുന്നതുമാണ് വാർത്തയെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി നെതന്യാഹു, മന്ത്രിമാരായ യോവ് ഗാലൻ, ബെന്നി ഗാൻസ് എന്നിവർ സംയുക്ത പ്രസ്താവനയിൽ അറിയിച്ചിരുന്നു. ഗസയിലെ ഹമാസ് പോരാളികളെ എല്ലാ കരുത്തും ഉപയോഗിച്ച് അമർച്ച ചെയ്യുമെന്ന് യുദ്ധകാര്യ ക്യാബിനറ്റ് മന്ത്രി ബെൻഗൂർ പ്രതികരിച്ചു. കൂടുതൽ റിസർവ് സൈനികരെ ഇറക്കി ദീർഘകാല യുദ്ധത്തിലേക്ക് നീങ്ങേണ്ടി വരുമെന്ന് സൈന്യം വ്യക്തമാക്കി. ഗസയിൽ സിവിലിയൻ കേന്ദ്രങ്ങളിൽ ആക്രമണം കടുപ്പിച്ചും നിരപരാധികളുടെ കുരുതി തുടർന്നുമാണ് ഇസ്രായേലിന്റെ പ്രത്യാക്രമണം. ഗസയിലെ നാസർ മെഡിക്കൽ കോംപ്ലക്സും അല്ലമൽ ഹോസ്പിറ്റലും വളഞ്ഞ സൈന്യം നിരന്തരം ആക്രമണം തുടരുന്നതായി ദൃക്സാക്ഷികൾ അറിയിച്ചു. നിലവിൽ പരിക്കേറ്റവരെ കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ആശുപത്രികളിലേക്ക് പുതുതായി ആരെയും എത്തിക്കാൻ പോലും സാധിക്കുന്നില്ലെന്ന് ആരോഗ്യ പ്രവർത്തകർ പറഞ്ഞു.